ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ GK പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. GKയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ അതിനെ തുടർന്നിട്ടുള്ള കോർപ്പറേഷനും ഫോറിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നമ്മുടെ ഓൾ എന്ന ഓപ്ഷൻ എടുത്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഫോറിൻ കോർപ്പറേഷനും ഉണ്ട്, കോർപ്പറേഷൻ ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മാത്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. മാത്സ് നമ്മൾ പോളായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ, നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാവണമെങ്കിൽ അവിടെ കയറി നോക്കുക. അപ്പോൾ നമ്മുടെ ഡെയിലി ഡിസ്കഷൻ്റെ ഭാഗമാവുന്നതാണ്. 61 ക്വസ്റ്റ്യൻ ആണ്. ലേബർ നോട്ട് റിലേറ്റഡ് ടു. ലേബർ നോട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഓപ്ഷൻ എ ഡോക്ടർ വില്യം കിങ്, ഓപ്ഷൻ ബി റോക്ക് ടെയിൽസും, ഓപ്ഷൻ സി റേഫിസണും, ഓപ്ഷൻ ഡി റോബർട്ട് ഓവനുമാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ലേബർ നോട്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ക്വസ്റ്റിന് റോബർട്ട് ഓവനാണ് ആൻസർ അല്ലേ. ലേബർ നോട്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ടതാണ് ലേബർ നോട്ട്. അപ്പോൾ റോബർട്ട് ഓവൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്കൊന്ന് പഠിച്ചിട്ട് പോവാം. ബോൺ ഓൺ മെയ് 14, 1771 ന്യൂട്ടനിൽ ജനിച്ചു. 1771 മെയ് 14 ജനിച്ചത്. അപ്പോൾ 1771 മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറില്ലേ, പക്ഷെ എല്ലാം നമ്മൾ നോക്കിയിരിക്കുക കേട്ടോ. ബോൺ ഓൺ മെയ് 14, 1771 ന്യൂട്ടൺ. നോൺ ആസ് ദ ഫാദർ ആൻഡ് ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. ഫാദർ ആൻഡ് ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് ആരാണ്? റോബർട്ട് ഓവൻ ആണ് അല്ലേ. റോബർട്ട് ഓവൻ വാസ് ബോൺ ഓൺ മെയ് 14, 1771 ന്യൂട്ടൺ. റോബർട്ട് ഓവൻ ഈസ് നോൺ ആസ് ദ ഫാദർ ആൻഡ് ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, പിന്നെ ഹി വാസ് ഓൾസോ നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് ദ കോപ്പറേറ്റീവ് ഐഡിയോളജി. കോപ്പറേറ്റീവ് ഐഡിയോളജിയുടെ ഫാദറായിട്ടും ഫൗണ്ടറായിട്ടും അറിയപ്പെടുന്നത് റോബർട്ട് ഓവൻ തന്നെയാണ്. ഫാദർ ഓഫ് മോഡേൺ സോഷ്യലിസം എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? റോബർട്ട് ഓവൻ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കണം. റിലീജിയസ് ന്യൂട്രാലിറ്റി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതും റോബർട്ട് ഓവനാണ്. റിലീജിയസ് ന്യൂട്രാലിറ്റി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതും റോബർട്ട് ഓവനാണ്. അപ്പോൾ ജനിച്ച വർഷം ഓർക്കണം, മെയ് 14, 1771. ന്യൂട്ടൺ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഹി വാസ് ദ ഫാദർ ആൻഡ് ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്, ഫാദർ ഓഫ് മോഡേൺ സോഷ്യലിസം, ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് ഐഡിയോളജി. പിന്നെ ഫസ്റ്റ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്ന ഐഡിയ അഡ്വക്കേറ്റ് ചെയ്തത് ആരാണ്? റോബർട്ട് ഓവനാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ദ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ മാഗസിനിൽ റോബർട്ട് ഓവൻ ആദ്യമായിട്ട് ദ ടേം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന റോബർട്ട് ഓവൻ്റെ മാഗസിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ എക്കണോമിസ്റ്റ് ആണ്. 1821 പുറത്തിറങ്ങിയ ദ എക്കണോമിസ്റ്റിലാണ് ഫസ്റ്റ് കോയിൻ ചെയ്യുന്നത് ദ ടേം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ദ എക്കണോമിസ്റ്റ് 1821. അപ്പോൾ അത് ഓർത്തിരിക്കുക. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് 1817 കേട്ടോ. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന ബുക്ക് 1817 പറയണത്. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി വാസ് എ ബുക്ക് റിട്ടൺ ബൈ റോബർട്ട് ഓവൻ ഇൻ 1817. ഓക്കെ, അപ്പോൾ എക്കണോമിസ്റ്റ് മൈൻഡിൽ കയറി എന്ന് വിചാരിക്കണം. 1821 റോബർട്ട് ഓവൻ്റെ ഫസ്റ്റ് ആശയം, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്ത മാഗസിനാണ് എന്ത്? ദ എക്കണോമിസ്റ്റ് എന്ന മാഗസിൻ കേട്ടോ. പിന്നെ നെക്സ്റ്റ് പ്രിൻസിപ്പൾസ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന ബുക്കുണ്ട്. പ്രിൻസിപ്പൾസ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന ബുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു മിൽ വർക്കറായിട്ടാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഒരു മില്ല് ഓണറായി മാറി. അത് ന്യൂ ലണാർക്ക് മിൽ. അതിനുശേഷം അദ്ദേഹം കുറച്ച് തീംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. കാരണം തൊഴിലാളികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, ഒരു ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ആയിട്ടാണ് റോബർട്ട് ഓവനെ എല്ലാവരും കണക്കാക്കിയിരുന്നത്. അതിനും ദിവാസ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന അങ്ങനത്തെ ഒരു ഉട്ടോപ്യൻ സോഷ്യലിസം ആയിരുന്നു അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഓക്കെ, ന്യൂ ലണാർക്ക് മിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചാർലോട്ടെ സ്ട്രീറ്റിലാണ് അത് സ്ഥിതി ചെയ്തിരുന്നത്. 1785 കേട്ടോ. ന്യൂ ലണാർക്ക് മില്ല് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ചാർലോട്ടെ സ്ട്രീറ്റാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ദ ഫാദർ ഓഫ് ദ തിയറി ഓഫ്
ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞ ഒരു തിയറി. സാഹചര്യങ്ങളുടെ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ ആരാവണം എന്ന് തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ വിജയത്തിലേക്ക് തള്ളിവിടുന്നതും അല്ലെങ്കിൽ പരാജയത്തിലേക്ക് തള്ളിവിടുന്നതും. ഇപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും ഓരോ വ്യക്തികളുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇപ്പോൾ ചില ആൾക്കാർ വളരെയധികം മെച്ചപ്പെട്ട നിലയിലാവും, അപ്പോൾ അവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. മോശാവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അതിനെക്കുറിച്ച് അവരെ ലൈഫിൽ വന്ന ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും അവർ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ സർക്കംസ്റ്റാൻസസ് ആണ് ഓരോ മനുഷ്യനെ ഓരോ രീതിയിലാക്കുന്നത്. അത് കറക്റ്റാണ് അല്ലേ. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ലൈഫും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ന്യൂ ലനാർക്ക് മില്ല്, ചാർലോട്ടെ സ്ട്രീറ്റ്, 1785 ഓർക്കുക. പിന്നെ ഈ ഒരു അഡ്വക്കേറ്റ്, അതായത് ഈ ഒരു സംഭവം, അതായത് ഫാദർ ഓഫ് ദി തിയറി ഓഫ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് കൊണ്ടുവന്നതും റോബർട്ട് ഓവൻ്റെ ഒരു തിയറി ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഒരുപാട് വില്ലേജ് കോപ്പറേറ്റീവ്സ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ വില്ലേജ് കോപ്പറേറ്റീവ്സ് വാസ് ഫൗണ്ടഡ് ബൈ റോബർട്ട് ഓവൻ. ഇദ്ദേഹത്തിന് ഒരു ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റമാണ് ലേബർ എക്സ്ചേഞ്ചും ലേബർ നോട്ട്സും. അതിൽ ലേബർ നോട്ടാണ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. സിസ്റ്റമായിരുന്നു ലേബർ എക്സ്ചേഞ്ചസും ലേബർ നോട്ട്സും. ഒക്കെ തൊഴിലാളികളുടെ ഉന്നമനത്തിനും അവർക്ക് കൂടുതൽ അങ്ങനെയാകുമ്പോൾ ലാഭം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാം പരാജയപ്പെടുന്നുണ്ടായത്. ലാഭത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ എന്തുള്ളൂ, അതിന് ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ അല്ലേ, ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പക്ഷേ ഇദ്ദേഹം എല്ലാറ്റിനും തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുത്തു വന്ന നയമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഫാദർ ഓഫ് ദ തിയറി ഓഫ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് നമ്മൾ പറഞ്ഞു. സ്റ്റാർട്ടഡ് ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്ത ആരാണ്? റോബർട്ട് ഓവനാണ്. അപ്പോൾ റോബർട്ട് ഓവന് വേണ്ടിയിട്ട് കുറച്ച് ഫാക്റ്റ് മാത്രമേ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപാട് ഫാക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഫാക്റ്റും നമുക്ക് പഠിക്കണം കേട്ടോ. 1858 കൂടി അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പോൾ റോബർട്ട് ഓവൻ ഡൈഡ് ഇൻ 1858 ആ വർഷം ഓർത്തിരിക്കണം. പിന്നെ ധാരാളം കൊട്ടേഷൻസൊക്കെ വന്നിട്ടുണ്ട്. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് ഇല്ലാതാക്കുക എന്നത് ആരുടെ മോട്ടോ ആയിരുന്നു? റോബർട്ട് ഓവൻ്റെ മോട്ടോ ആയിരുന്നു അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് എന്നത്. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് ആരുടെ മോട്ടോ ആയിരുന്നു? റോബർട്ട് ഓവൻ്റെ മോട്ടോ ആയിരുന്നു. പിന്നെ നോ കോമ്പറ്റീഷൻ, നോ മണി ആൻഡ് നോ പ്രോഫിറ്റ് വാസ് എ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓവൻ. അതായത് നോ കോമ്പറ്റീഷൻ, നോ മണി ആൻഡ് നോ പ്രോഫിറ്റ് വാസ് എ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോമിംഗ് കോപ്പറേറ്റീവ് കോളനീസ് വാസ് ടു അബോളിഷ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ ഇല്ലാണ്ടാക്കാനായിരുന്നു പ്രധാനമായിട്ടും കോപ്പറേറ്റീവ് കോളനീസ് ഫോം ചെയ്തിരുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോമിംഗ് കോപ്പറേറ്റീവ് കോളനീസ് വാസ് ടു അബോളിഷ് ചൈൽഡ് ലേബർ. നോ കോമ്പറ്റീഷൻ, നോ മണി ആൻഡ് നോ പ്രോഫിറ്റ് വാസ് എ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓവൻ. റോബർട്ട് ഓവൻ കോൾഡ് all religious leaders as upholders of old immoral world. upholders of old immoral world എന്ന് മറ്റ് റിലീജിയസ് ലീഡേഴ്സ് എല്ലാം റോബർട്ട് ഓവനെ പരിഹസിച്ച് വിളിച്ചിരുന്നു. ഓക്കെ. Man by birth is neither too good or bad. It is the circumstances that make him good or bad. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ജനിക്കുമ്പോൾ ആരും നല്ലതോ ചീത്തയോ ആയിട്ടല്ല ജനിച്ചു വരുന്നത്. അവരുടെ സാഹചര്യങ്ങളാണ് അവരെ നല്ലവരും ചീത്ത ആൾക്കാരും ആക്കി മാറ്റുന്നത്. ഓക്കെ, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. Men by birth is neither too good nor or bad. It is the circumstances that make him good or bad was made by Robert Owen. നാഷണൽ ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ചസ് ആരുടെ സംഭാവനയാണ്? റോബർട്ട് ഓവൻ്റെ സംഭാവനയാണ്. റോബർട്ട് ഓവൻ ഡൈഡ് ഇൻ 1858 കേട്ടോ, 1858. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മില്ലിലെ വാല്യൂ ഓഫ് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് ഹവേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു കേട്ടോ. എത്ര മണിക്കൂർ പണിയെടുക്കുന്നു, വർക്കിംഗ് ഹവേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നോക്കിയിട്ടാണ് എങ്ങനെ അവർക്കുള്ള വേതനം നിശ്ചയിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബോൺ ഓൺ മെയ് 14, 1771 ന്യൂട്ടണിൽ ജനിച്ചു. പിന്നെ ഫാദർ ഓഫ് മോഡേൺ സോഷ്യലിസം, കോപ്പറേറ്റീവ് ഐഡിയോളജി, റിലീജിയസ് ന്യൂട്രാലിറ്റി അഡ്വക്കേറ്റ് ചെയ്തു. ഫാദർ ആൻഡ് ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് ഒക്കെ ഓർത്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഡാഷ് വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് അർബൻ കോപ്പറേറ്റീവ്സ്. അർബൻ കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആരാണ് ഫാദറെ കണക്കാക്കുന്നത്? അപ്പോൾ അർബൻ കോപ്പറേറ്റീവ്സും അതുപോലെ തന്നെ റൂറൽ കോപ്പറേറ്റീവ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ്. അർബൻ കോപ്പറേറ്റീവ്സിന് നമ്മൾ വരുമ്പം ഷൂൾസിനെ നമ്മൾ ആലോചിക്കണം അല്ലേ. അർബൻ കോപ്പറേറ്റീവ്സിൻ്റെ പിതാവായിട്ട് ആരെ നമ്മൾ ഓർക്കുന്നു? ഷൂൾസാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഷൂൾസാണ് അർബൻ കോപ്പറേറ്റീവിൻ്റെ പ്രാതിനിധ്യം അല്ലേ ചെയ്തിരുന്നത്, ഷൂൾസാണ്. പിന്നെ അപ്പോൾ അത് ഷൂൾസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. റൂറൽ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടത് ആരായിരുന്നു? FW റെയ്ഫിസൺ ആയിരുന്നു. ഇതുമായിട്ട് റൂറൽ ക്രെഡിറ്റ് ആരാണ്? റെയ്ഫിസണും
പിന്നെ അർബൻ കോപ്പറേറ്റീവ്സിൻ്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരായിരുന്നു? ഷൂൾസുമായിരുന്നു കേട്ടോ. അപ്പോൾ ഷൂൾസ് ഒരു ജഡ്ജായിരുന്നു. പ്രൊഫഷൻ വെച്ചിട്ട് ഷൂൾസ് ആരായിരുന്നു? ഒരു ജഡ്ജായിരുന്നു എന്നാണ് പറയണത്. ഡെലിറ്റ്സിലാണ് ബോൺ ആയത് കേട്ടോ. ജനിച്ചത് ഡെലിറ്റ്സിലാണ്. സെക്കൻഡ് ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. ഫസ്റ്റ് ലീഡർ നമ്മൾ പറഞ്ഞു റെയ്ഫീസനാണ്. റൂറൽ ക്രെഡിറ്റിൻ്റെ ആളായ റെയ്ഫീസനായിരുന്നു ഫസ്റ്റ് ലീഡറായി കണക്കാക്കിയിരുന്നത്. സെക്കൻഡ് ലീഡറായിട്ട് കണക്കാക്കിയിരുന്നത് ആരെയായിരുന്നു? ഷൂൾസിനെയായിരുന്നു കേട്ടോ. ഷൂൾസ് ജർമ്മനിയിലെ ആൾ തന്നെയാണ്, ജഡ്ജായിരുന്നു. ജർമ്മനിയിൽ തന്നെയാണ് ജനനം. 1808 ജനനം. പ്രിൻസിപ്പൽസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് കേട്ടോ. പ്രിൻസിപ്പൽസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് വാസ് എ ബുക്ക് റിട്ടൺ ബൈ ഷൂൾസ്. ബാങ്കിൻ്റെ ആളാണല്ലോ, അപ്പോൾ ആ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ബുക്ക് പ്രിൻസിപ്പൽസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. ദ ഫൗണ്ടർ ഓഫ് ഷൂ മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ജർമ്മനി. ഷൂ മേക്കേഴ്സിന് വേണ്ടിയിട്ടൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാദർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നറിയപ്പെടുന്നു. പിന്നെ 1849 ഒരു ഫ്രണ്ട്ലി സൊസൈറ്റിയാണ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ അത് പോപ്പുലർ ബാങ്ക് ഇൻ ജർമ്മനി. പോപ്പുലർ ബാങ്ക്സ് ഇൻ ജർമ്മനി റിലേറ്റഡ് ടു ആരാണ്? ഷൂൾസ് ആണ് കേട്ടോ. പ്രിൻസിപ്പൽസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ റേഫിസൺ ടൈപ്പ് സൊസൈറ്റിയുടെയും ഷൂൾസ് ടൈപ്പ് സൊസൈറ്റിയുടെയും ഡിഫറൻസ് പോലെ കറക്റ്റായിട്ട് പഠിക്കണം. കാരണം അതിൻ്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. റേഫിസൺ ടൈപ്പിൽ എത്ര ശതമാനം എന്തെല്ലാം കൊടുക്കണു, പ്രോഫിറ്റിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഷെയറിൻ്റെ കാര്യത്തിൽ, അപ്പോൾ അങ്ങനെയൊക്കെ ഡിഫറൻസ് പോലെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് ഒരുമിച്ച് ചെയ്യാം. ഫോറിൻ കോർപ്പറേഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ വരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഷൂൾസ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ വാസ് ദ റെക്കമെൻഡേഷൻ ഓഫ് ഏത് കമ്മിറ്റിയുടെയാണെന്ന്? ഓപ്ഷൻ എ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഓപ്ഷൻ ബി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ, കമ്മിറ്റി ടു റിവ്യൂ ദ റൂറൽ പോവർട്ടി. അപ്പോൾ ആരുടെയാണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് കേട്ടോ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. അതിൻ്റെ ഹെഡ് ആരായിരുന്നു? വെങ്കിട്ടപ്പൈ ആയിരുന്നു കേട്ടോ. അത് CSC ആണ്, സർവേ കമ്മിറ്റി. CSC അല്ല, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് കേട്ടോ. ഇവിടെ S ആണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ S അല്ല കേട്ടോ. ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. ഓക്കെ, റിവ്യൂ കമ്മിറ്റിയാണ്, പ്രത്യേകം ഓർത്തിരിക്കുക. വെങ്കിട്ടപ്പൈ ആയിരുന്നു ഇതിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പോയിൻറ്റഡ് ബൈ RBI ആണ് അപ്പോയിൻറ്റ് ചെയ്തത് കേട്ടോ. ഏത് വർഷമാണ് അപ്പോയിൻറ്റ് ചെയ്തത് വെച്ചാൽ 1965 അപ്പോയിൻറ്റ് ചെയ്തത്. എന്നിട്ട് പിന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 69 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് എവിടെയാണ്? 69 കേട്ടോ. ഓക്കെ, അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്ത RBI ആണ്. ഇയർ ഓഫ് അപ്പോയിൻറ്റഡ് 1965 ആണ്. ഇയർ ഓഫ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 69. അപ്പോൾ വർഷം പഠിക്കണം. 1965, 69 തന്നെ പഠിക്കാം. വെങ്കിട്ടപ്പൈ ആയിരുന്നു ഹെഡ് ചെയ്തത്. കറക്റ്റായിട്ട് 65, 69 തന്നെ പഠിക്കണം. അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണെന്ന് പഠിക്കണം. പിന്നെ മേജർ റെക്കമെൻഡേഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. മേജർ റെക്കമെൻഡേഷൻസ് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് പറയുന്നത് മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ റൂറൽ ക്രെഡിറ്റ്. റൂറൽ ക്രെഡിറ്റിൽ മൾട്ടി ഏജൻസി അപ്രോച്ച് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്ത ആരാണ്? ഈ വെങ്കിട്ടപ്പൈ ചെയർമാനായ റിവ്യൂ കമ്മിറ്റിയാണ് കേട്ടോ. സർവേ കമ്മിറ്റിയുണ്ട്, റിവ്യൂ കമ്മിറ്റിയുണ്ട്. സർവേ കമ്മിറ്റിയുടെയാണ് കൂടുതൽ റെക്കമെൻഡേഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്. റിവ്യൂ കമ്മിറ്റി കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്മിറ്റി നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ കമ്മിറ്റി ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രണ്ടും പഠിക്കുക, രണ്ടിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ റൂറൽ ക്രെഡിറ്റ് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഓർഗനൈസേഷൻ ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി, SFDA എന്ന് പറയും. സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി ഇസ് ദ മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് എന്ത്? റിവ്യൂ കമ്മിറ്റി കേട്ടോ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനാണ് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി എന്നത്. എസ്റ്റാബ്ലിഷിംഗ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ് അണ്ടർ RBIക്ക് കീഴിൽ ഒരു അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ് വേണം എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നു ഈ കമ്മിറ്റിയാണ്. റീവാമ്പിങ് ആക്ടിവിറ്റീസ് ഓഫ് അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷൻ. അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷനെ റീവാമ്പ് ചെയ്ത ആക്ടിവിറ്റീസൊക്കെ ഒത്തിരി കൂടി പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. റീഹാബിലിറ്റേഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്സ് ഫ്രം ഹെവി ഓവർഡ്യൂ. ധാരാളം ഓവർഡ്യൂ കാരണമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്നും കൂടി റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു സെൻട്രൽ ബാങ്കുകളെ. എക്സ്റ്റൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ റീഫിനാൻസിങ് കോർപ്പറേഷൻ. അഗ്രികൾച്ചർ ARCനെയും
എക്സ്റ്റെൻഡ് ചെയ്യണം, പ്രവർത്തനങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആയിട്ട് പറയുന്നത്. മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ റൂറൽ ക്രെഡിറ്റ്, ഓർഗനൈസേഷൻ ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി, എസ്റ്റാബ്ലിഷിംഗ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ് അണ്ടർ RBI, revamping activities of agricultural refinance corporation, rehabilitation of central banks from heavy overdue, extension of agricultural refinancing corporation. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. വെങ്കിട്ടപ്പയ്യ ആയിരുന്നു ചെയർമാനായിട്ടുണ്ടായിരുന്നത്. അപ്പോയിൻറ്റഡ് ബൈ RBI ആണ്. ഇയർ ഓഫ് അപ്പോയിൻമെൻറ്റ് 1965. അപ്പോയിൻറ്റ് ചെയ്യുകയും 1969 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് നബാർഡാണ്. നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മിറ്റി? ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നബാർഡ് വന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. അപ്പോൾ ഏത് കമ്മിറ്റിയാണ്? ക്രാഫിക്കാർഡ് കമ്മിറ്റിയാണ് അല്ലേ. ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് വെച്ചിട്ടാണ് എന്ത് വരുന്നത്? ഇതിൻ്റെ ആൻസർ A ആണ് കേട്ടോ വരിക. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് കേട്ടോ വരിക. ഓക്കെ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, നബാർഡിൻ്റെ ആൻസർ ക്രാഫിക്കാർഡാണ് അല്ലേ. ക്രാഫിക്കാർഡ് കമ്മിറ്റി ആരാണ് ഹെഡ് ചെയ്തത്? B. ശിവരാമൻ. അപ്പോൾ ക്രാഫിക്കാർഡിനെ സംബന്ധിച്ച് കുറച്ച് ഫാക്ട്സ് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ക്രാഫിക്കാർഡിൻ്റെ ഫുൾ ഫോം എന്താണ്? പണ്ട് ഫുൾ ഫോമൊക്കെ ചോദിക്കുമായിരുന്നു അല്ലേ. F എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ചോദിക്കാനൊന്നും കാണാറില്ല, പക്ഷേ എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. എന്താണ് ഫുൾ ഫോം ആയിട്ട് വരുന്നത്? ദ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അല്ല, ചോദിച്ചു കൂടാന്നൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ നോക്കാത്ത ഭാഗത്തു നിന്നാവും ചോദിക്കുക. നമ്മൾ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചു പോകും ചിലപ്പോൾ. പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ കാരണം കിട്ടില്ല, തെറ്റിപ്പോവും. അപ്പോൾ അത് തെറ്റാതിരിക്കാൻ നമ്മൾ നന്നായി നോക്കി വയ്ക്കാം. RBI ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് RBI തന്നെയാണ്. RBI ഗവൺമെൻറ്റിനോട് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതായത് നബാർഡിനെ റെക്കമെൻഡ് ചെയ്തത് ഈ കമ്മിറ്റിയാണ്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് March 30, 1979. കമ്മിറ്റിയാണ്. കമ്മിറ്റീനെ വെച്ച തീയതിയാണ് March 30, 1979 കമ്മിറ്റീനെ വെച്ചത്. B. ശിവരാമനായിരുന്നു ചെയർമാനായിട്ടുള്ള. ഫോർമർ മെമ്പർ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ്റെ മെമ്പറായിരുന്നു അദ്ദേഹം. പിന്നെ ഇൻ്റേൺ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1979 ഇൻ്റേൺ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. പിന്നെ നബാർഡ് ആക്ട് നിലവിൽ വന്നിട്ട് പിന്നെ നബാർഡ് വന്നത് July 12, 1982. 1982 എന്തായി? നബാർഡ് നിലവിൽ വരികയാണ് കേട്ടോ. നബാർഡ് നിലവിൽ വരുന്നത് July 12, 1982. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് 2024. അപ്പോൾ ഈ ഭാഗത്തെ ഒട്ടുമിക്ക കമ്മിറ്റികൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു അല്ലേ. സിമ്പിളാണെങ്കിലും ചിലപ്പോൾ നമുക്ക് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കമ്മിറ്റീസും നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ആരാണ് ഹെഡ് ചെയ്തതെന്നാണ്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ആരാണ്? ഖുസ്രു കമ്മിറ്റി എന്നാണ് അറിയപ്പെടുക കേട്ടോ. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ആരാണ് ഹെഡ് ചെയ്യുന്നത്? ഖുസ്രു ആണ് കേട്ടോ. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത് ഖുസ്രു ആണ്. അവിടെ നമ്മൾ ആക്ട് കേട്ടോ. നബാർഡ് നിലവിൽ വരുന്നതാണ് കേട്ടോ. ഇവിടെ നബാർഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് July 12, 1982 കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഖുസ്രു കമ്മിറ്റിയിലേക്ക് പോകാം. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വാസ് ഹെഡഡ് ബൈ. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത് ആരാണ്? ഖുസ്രു കമ്മിറ്റിയാണ്. അതിൻ്റെ വർഷം 1986 തൊട്ടിട്ട് 89 വരെയാണെന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. 1986 തൊട്ടിട്ട് 89 വരെയാണ് ഖുസ്രു കമ്മിറ്റിയുടെ വർഷമെന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം. കമ്മിറ്റീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ ധാരാളം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കമ്മിറ്റീസും ഒക്കെ ഒന്ന് ഓടിച്ച് എക്സാമിന് മുമ്പ് തന്നെ വൃത്തിക്ക് പഠിച്ചു പോകണം കേട്ടോ. ഖുസ്രു കമ്മിറ്റി 1986, 1989 അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എന്നറിയപ്പെടുന്നു. ആരാണ് അപ്പോയിൻറ്റ് ചെയ്തത്? RBI തന്നെയാണ് കേട്ടോ. RBI തന്നെയാണ്. ചെയർമാൻ ആരാണ്? AM ഖുസ്രു ആയിരുന്നു. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1989. എന്തൊക്കെയാണ് ഈ ഖുസ്രു കമ്മിറ്റിയുടെ മേജർ റെക്കമെൻഡേഷൻസ് എന്ന് നോക്കാം. പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം കേട്ടോ. പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനാണ് ഈ ഖുസ്രു കമ്മിറ്റി എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ
ഓർത്ത് വയ്ക്കേണ്ടത്. ഒന്ന് കോബി, അതായത് കോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്ത് ഖുസ്രു കമ്മിറ്റിയാണ്. അപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പറഞ്ഞ കമ്മിറ്റി ഖുസ്രു കമ്മിറ്റിയാണ്. പിന്നെ BDP ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ, ഇത് രണ്ടുമാണ് ഈ ഒരു ഹൈലൈറ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഖുസ്രു കമ്മിറ്റിയെ ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2 പോയിന്റ് പഠിക്കേണ്ടത്: എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന കോബി സെൻട്രൽ ലെവലിലുള്ളതാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിനെ കോബി എന്നാണ് അറിയപ്പെടുക കേട്ടോ. നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കോബിയാണ് കേട്ടോ. അത് റെക്കമെൻഡ് ചെയ്ത ഖുസ്രു കമ്മിറ്റിയാണ്. പിന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ, അത് BDP ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഖുസ്രു കമ്മിറ്റിയാണ്. പിന്നെ പ്രധാനപ്പെട്ടത് വർഷങ്ങൾ ഓർത്ത് വയ്ക്കണം. 1986 ആണെന്നും 1989 സബ്മിറ്റ് ചെയ്തെന്ന് ഓർത്ത് വയ്ക്കുക. ഖുസ്രുവിനെ ആലോചിക്കുക, RBI ആണെന്ന് ആലോചിക്കുക. പിന്നെ റെക്കമെൻഡേഷൻസ് ഉള്ളത്: റെക്കമെൻഡഡ് ഫോർ കണ്ടക്ടിങ് പ്രോംപ്റ്റ് ആൻഡ് ടൈംലി ഇലക്ഷൻ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ കറക്റ്റ് സമയത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നെ പോരാത്തതിന് നെസസറി ചേഞ്ചസ് വരുത്തണം സഹകരണ നിയമത്തിൽ, മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ കോപ്പറേറ്റീവ് ലോ എഗെയിൻസ്റ്റ് ലോങ്ങർ സൂപ്പർസെഷൻ, ലോങ്ങറായിട്ടുള്ള സൂപ്പർ സെഷൻ നടപടികളെ കുറിച്ചിട്ട് ഉള്ള ഇതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് അത്യാവശ്യമായ ചേഞ്ചസ് എല്ലാം സഹകരണ നിയമത്തിൽ ഉൾപ്പെടുത്തണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ BDP ഓർത്ത് വയ്ക്കുക. പിന്നെ നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് രണ്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഓർത്ത് വയ്ക്കുക. പിന്നെ 86ഉം 89ഉം വർഷവും ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, സ്റ്റേറ്റ് ലെവൽ ബോഡി റെസ്പോൺസിബിൾ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, സ്റ്റേറ്റ് ലെവൽ ബോഡിയാണ് കേട്ടോ, സ്റ്റേറ്റ് ലെവൽ ബോഡിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ ബോഡി ഏതാണ്? NCUA ആണോ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണോ, ICA ആണോ, CCU ആണോ? അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് സ്റ്റേറ്റ് ലെവൽ ബോഡി എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെന്ന്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ എന്നാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ആയത്? എന്നാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് രൂപീകരിക്കുന്നത്. നവംബർ 21 കേട്ടോ, 21/11/1970 രൂപീകരിക്കുന്നു. എന്നാൽ രൂപീകരിക്കുന്നത് 21/11/1970 രൂപീകരണം വരുന്നത്. ഏത് സെക്ഷൻ പ്രകാരമാണ്? 89 പ്രകാരമാണ് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വരുന്നത്. സെക്ഷൻ 89 ആസ് പെർ KCS ആക്ട് ആണ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 89ാമത്തെ ആക്ട് സെക്ഷൻ പ്രകാരമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വരുന്നത്. ഓക്കെ, ട്രിവാൻഡ്രത്താണ് ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് വരുന്നത്. സമസ്ത സഹകരണ ഭവൻ എന്നാണ് പേര്. എന്താ പേര്? സമസ്ത സഹകരണ ഭവൻ, ട്രിവാൻഡ്രം. മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര ആൾക്കാരുണ്ട്? 23 അംഗങ്ങളാണ് മാനേജിംഗ് കമ്മിറ്റി ഉള്ളത്. പിന്നെ മാനേജിംഗ് കമ്മിറ്റി ജനറൽ ബോഡി ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ CCUവിന് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന് ജനറൽ ബോഡി ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ജനറൽ ബോഡിയും ഉണ്ട്, മാനേജിംഗ് കമ്മിറ്റിയും ഉണ്ട് കേട്ടോ. 23 മെമ്പേഴ്സാണ് മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം പറയുന്നത്. മാനേജിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 23 മന്ത്ലി പബ്ലിക്കേഷൻ ഏതാണ്? സഹകരണ ജേണലാണ്. സ്റ്റാർട്ട് ചെയ്ത വർഷം 1952 കേട്ടോ. മന്ത്ലി പബ്ലിക്കേഷൻ സഹകരണ ജേണലാണ്, 1952 വർഷം. സെക്രട്ടറി ആരാണ്? ഇതിൻ്റെ സെക്രട്ടറി അഡീഷണൽ രജിസ്ട്രാർ ആയിരിക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത്. അഡീഷണൽ രജിസ്ട്രാർ ആയിരിക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2S ആണ് കേട്ടോ. 2S ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ വരുന്നത്. കസ്റ്റോഡിയൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് കേട്ടോ. കസ്റ്റോഡിയൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. സെക്ഷൻ 91 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെക്ഷൻ 91 ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. ഫസ്റ്റ് പ്രസിഡന്റ് KR ഇളങ്കത്തായിരുന്നു. ഫസ്റ്റ് ചെയർമാൻ PG മേനോനാണ്. ഫസ്റ്റ് സെക്രട്ടറി കേശവൻ നായർ. അതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ, അതൊക്കെ ചോദിക്കാറുള്ളതാണ്. ഫങ്ഷൻസ് ഓഫ് SCU സെക്ഷൻ 91. ഫസ്റ്റ് പ്രസിഡന്റ് KR ഇളങ്കത്താണ്. ഫസ്റ്റ് ചെയർമാൻ PG മേനോനാണ്. ഫസ്റ്റ് സെക്രട്ടറി കേശവൻ നായരാണ്. 1957 കോപ്പറേറ്റീവ് മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആദ്യമായിട്ട് തുടങ്ങി കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1957. ജനറൽ ബോഡി ഉണ്ട്, മാനേജിംഗ് കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. യൂത്ത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തതും ആര് തന്നെയാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് കേട്ടോ. യൂത്ത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ ബന്ധപ്പെട്ടത്. 21/11/1970 പ്രധാനപ്പെട്ടതാണ്. സെക്ഷൻ 89 KCS ആക്ടിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹെഡ് ക്വാർട്ടേഴ്സാണ് സമസ്ത സഹകരണ ഭവൻ. മാനേജിംഗ് കമ്മിറ്റി 23 മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ ജനറൽ ബോഡി ഉണ്ട്. അപ്പം കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ടത്. ഒരു 10-15 പോയിന്റ് നമ്മൾ ജസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ വിശദമായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്നാണ് രൂപീകരിച്ചത്? അപ്പോൾ ICA ബന്ധപ്പെട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിലത്തെ ICAയിലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം മിസ്സാവാതെ കിട്ടും. ഓക്കെ, ഇവിടെ കുറച്ച് പോയിന്റുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓപ്ഷൻ എ 1895, ഓപ്ഷൻ ബി 1995, ഓപ്ഷൻ സി 1985, ഓപ്ഷൻ ഡി 1859. അപ്പം ഓഗസ്റ്റ് 19, 1895 എന്ത് രൂപീകരിക്കുന്നത്? ഏതാ രൂപീകരിക്കുന്നത്? ICA, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് രൂപീകരിക്കുന്നത് കേട്ടോ. ഓഗസ്റ്റ് 19, 1895. ഓഗസ്റ്റ് 19, 1895. ഓക്കെ, ICA അപ്പോൾ എന്താണ്? ICA ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ദാറ്റ് യുണൈറ്റ്സ് ആൻഡ് റെപ്രസെൻറ്റ് സെർവ്സ് കോപ്പറേറ്റീവ് വേൾഡ് വൈഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ സംഘടനയാണ് എന്ത്? ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് കേട്ടോ. UN ശേഷം ആദ്യം വരുന്നത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനാണ്, അതിനുശേഷം വരുന്നതാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് കേട്ടോ. ICA ഫൗണ്ട് ചെയ്ത് ലണ്ടനിൽ വെച്ചിട്ടാണ്, ഫസ്റ്റ് കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് ഫൗണ്ട് ചെയ്യുന്നത് 19 ഓഗസ്റ്റ് 1895. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രസൽസ്, ബെൽജിയത്തിലാണ്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1895 രൂപീകരിക്കുമ്പോൾ 1982 വരെ ഇംഗ്ലണ്ടിലെ ലണ്ടനിലായിരുന്നു ആസ്ഥാനം. പിന്നീട് 1982 തൊട്ട് 2013 വരെ ജനീവ, സ്വിറ്റ്സർലാൻഡിൽ പ്രവർത്തിച്ചു. പിന്നീട് 2013 ആയപ്പോൾ അത് ബെൽജിയത്തിലെ ബ്രസൽസിലേക്ക് മാറ്റുകയുണ്ടായി. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് ഇപ്പോൾ ആസ്ഥാനം? ബ്രസൽസിൽ തന്നെയാണ്, ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഇപ്പോൾ ആസ്ഥാനമുള്ളത്. അപ്പോൾ 82 ചോദിക്കാറുണ്ട്, 2013 ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് പ്രസിഡൻറ്റിൻ്റെ കാര്യം പറയാം. ഏർലി ഗ്രേയും ഹെൻറി W. വോൾഫുമായിരുന്നു ഫസ്റ്റ് പ്രസിഡൻറ്റുമാരായിരുന്നത്. ICAയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റുമാരായിരുന്നത് ആരൊക്കെയായിരുന്നു? ഏർലി ഗ്രേയും ഹെൻറി W. വോൾഫുമായിരുന്നു. ഫസ്റ്റ് വുമൺ പ്രസിഡൻ്റ് ആരായിരുന്നു? ഡെയിം പോളിൻ ഗ്രീൻ ആണ് കേട്ടോ. ഫസ്റ്റ് വുമൺ പ്രസിഡൻ്റ് ആരായിരുന്നു? ഡെയിം പോളിൻ ഗ്രീൻ ആണ് ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റ് കേട്ടോ. ഫസ്റ്റ് വുമൺ പ്രസിഡൻ്റ് ആരായിരുന്നു? ഡെയിം പോളിൻ ഗ്രീൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സെക്രട്ടറി ആരായിരുന്നു? ഫസ്റ്റ് സെക്രട്ടറി എഡ്വേർഡ് ഓവൻ ഗ്രീനിങ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് സെക്രട്ടറി ആരായിരുന്നു? എഡ്വേർഡ് ഓവൻ ഗ്രീനിങ് ആയിരുന്നു. ഫസ്റ്റ് പ്രസിഡൻറ്റ് ഏൾ ഗ്രേയും ഹെൻറി W. വോൾഫുമായിരുന്നു. ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റ് ഓഫ് ICA ഡെയിം പോളിൻ ഗ്രീൻ ആണ്. 2009 അദ്ദേഹം അവർ പദവി വഹിച്ചിരുന്നത്. ഫസ്റ്റ് സെക്രട്ടറി എഡ്വേർഡ് ഓവൻ ഗ്രീനിങ് ആയിരുന്നു. ഫസ്റ്റ് ICA എക്സിക്യൂട്ടീവ് മെമ്പർ ഫ്രം ഇന്ത്യ രാംദാസ് ബന്തലു ആയിരുന്നു. സീമാസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം കാണാറുണ്ട്. സീമാസ് ICAയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് മെറ്റീരിയൽ അഡ്വൈസറി സർവീസസ് എന്നാണ്. ഈ ഡൈജസ്റ്റ് എന്താണ്? ഈ ഡൈജസ്റ്റ് ഓഫ് ICA കോപ്പറേറ്റീവ് ഇൻസൈഡറാണ് ICAയുടെ ഈ ഡൈജസ്റ്റായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ വേൾഡിലെ തന്നെ പ്രധാനപ്പെട്ട ബിഗ്ഗസ്റ്റ് ഡാറ്റ പ്രോജക്റ്റ് റിലേറ്റിംഗ് ആണ് കോപ്പറേറ്റീവ് വേൾഡ് മോണിറ്റർ കേട്ടോ. കോപ്പറേറ്റീവ് മോണിറ്റർ എന്നാണ് പറയണത്. വേൾഡിലെ തന്നെ ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ഡാറ്റ പ്രോജക്റ്റാണ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടത്. പിന്നെ നമ്മുടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി കോഴിക്കോട് വടകര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഫസ്റ്റ് പ്രൈമറി സൊസൈറ്റി ഇൻ ഇന്ത്യ ഗോട്ട് മെമ്പർഷിപ്പ് ഇൻ ICA. ICAയിൽ മെമ്പർഷിപ്പ് കിട്ടിയ ഇന്ത്യയിൽ നിന്നും കിട്ടിയ ആദ്യത്തെ പ്രൈമറി സൊസൈറ്റി ഏതാണ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പ്രസൻറ്റ് പ്രസിഡൻ്റ് ആരാണ്? പ്രസൻറ്റ് പ്രസിഡൻ്റ് ഏരിയൽ ഗ്വാർഗോ ആണ്. ആണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം കേട്ടോ. അർജൻറ്റീന സ്വദേശമായിട്ടുള്ള ഏരിയൽ ഗ്വാർഗോ ആണ് ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ICAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ നമുക്ക് ICAയിലത്തെ മാർക്കൊന്നും പോകാതെ കിട്ടും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡാഷ് ഓൾ ബി ദ അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ ലോങ് ടേം ക്രെഡിറ്റ്. ലോങ് ടേം ക്രെഡിറ്റിൽ അപ്പെക്സ് ബാങ്ക് ഏതാണെന്നാണ്. ലോങ് ടേം ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ് ലോങ് ടേം ക്രെഡിറ്റിൽ പ്രധാനമായിട്ട് വരുന്നത്? കേസ്കാർഡ് ബാങ്ക് ആണ് അല്ലേ. കേസ്കാർഡ് ബാങ്കാണ് ലോങ് ടേം ക്രെഡിറ്റിന് വായ്പ കൊടുക്കുന്നത്. ലോങ് ടേം ക്രെഡിറ്റിൽ രണ്ടാളാണുള്ളത്. കേസ്കാർഡ് ബാങ്ക് അപ്പെക്സ് ലെവലിലും താഴെ പ്രൈമറി ലെവലിൽ പി കാർഡ് ബാങ്കുകളും പ്രവർത്തിക്കുന്നു. അപ്പോൾ കേസ്കാർഡ് ബാങ്കുകളുടെ മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് പി കാർഡ് ബാങ്ക്സ് ആയിരിക്കും കേട്ടോ.
ഓക്കെ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് കേസ്കാർഡ് ബാങ്ക്. രജിസ്റ്റർ ചെയ്തത് 4/10/1956 കേട്ടോ. 4/10/1956 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രമാണ്. ഡെഫിനിഷൻ 2RA എന്നാണ് പറയുക കേട്ടോ. സെക്ഷൻ 2RAയിലാണ് ആരുടെ ഡെഫിനിഷൻ കിടക്കുന്നത്? കേസ്കാർഡ് ബാങ്കിൻ്റെ ഡെഫിനിഷൻ കിടക്കുന്നത്. കേസ്കാർഡ് ബാങ്ക് 2RA ആണ് കേട്ടോ. ഓക്കെ. പിന്നെ കേസ്കാർഡ് ബാങ്കിൻ്റെ ആക്ട് വരുന്നത് 1984 ആക്ട് വരുന്നത്. മെമ്പേഴ്സ് ആരായിരിക്കും? പീക്കാർഡ് ബാങ്ക് തന്നെയായിരിക്കും മെമ്പേഴ്സ്. പിന്നെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക്. ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിന് ധാരാളം മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടാണ് പലതരത്തിലുള്ള പേരുകളിലേക്ക് മാറി, പല ആക്റ്റുകൾ വന്നു. അത് അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതിന് ശേഷമാണ് ഇന്ന് കാണുന്ന പീക്കാർഡ് ബാങ്ക് കേസ്കാർഡ് ബാങ്കായി മാറിയത് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് ഓർത്തിരിക്കണം, വർഷം ഓർത്തിരിക്കണം. 4/10/1956. പിന്നെ 2RA ചോദിക്കാറുണ്ട്. സക്സസർ ഓഫ് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ആരാന്ന് ചോദിക്കാറുണ്ട്. അത് കേസ്കാർഡ് ബാങ്കാണ്. അപ്പോൾ അതൊക്കെയാണ്. ഒരുപാട് പോയിന്റുകളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മൾ കുറച്ച് പോയിന്റ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡാഷ് വാസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരളയായിരുന്നു. ആരായിരുന്നു ഫസ്റ്റ് സഹകരണ മന്ത്രി എന്ന ചോദ്യമാണ് വന്നിരുന്നത്. ജോസഫ് മുണ്ടശ്ശേരിയാണ് അല്ലേ? ജോസഫ് മുണ്ടശ്ശേരിയാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള. ഓർത്തു വെച്ച് പഠിക്കുക. ജോസഫ് മുണ്ടശ്ശേരിയാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഡാഷ് വാസ് ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ കോഫി ഹൗസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇന്ത്യൻ കോഫി ഹൗസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൗണ്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. EMS ആണോ, AK ഗോപാലനാണോ, EK നായനാരാണോ, PR കുറുപ്പാണോ? അപ്പോൾ AKG തന്നെയാണ്. AKG തന്നെയാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പിതാവ്. ഫാദർ ഓഫ് ഇന്ത്യൻ കോഫി ഹൗസ് എന്നറിയപ്പെടുന്ന ആരാണ്? AKG തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോവാം. ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റാർട്ട് ചെയ്തത് കോഫി സെസ് കമ്മിറ്റി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1936 രൂപീകരിച്ചത് കേട്ടോ. കോഫി സെസ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇന്ത്യൻ കോഫി ഹൗസ് രൂപീകരിക്കുന്നത്. അന്ന് പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനായിരുന്നു അത് ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. അപ്പോൾ അവരുടെ ഇന്ത്യൻ കോഫി ബോർഡ് തന്നെ ഉണ്ടായിരുന്നു. ആ കോഫി ബോർഡാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് നടത്തിയിരുന്നത് ഈ കോഫി ഹൗസുകളെല്ലാം വർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ബോംബെയിൽ 1936 തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. ബോംബെയിലാണ് ആദ്യമായിട്ട് അവർ പ്രവർത്തനം ആരംഭിച്ചത്. ബോംബെ ചർച്ച് ഗേറ്റിലായിരുന്നു ഫസ്റ്റ് ഇന്ത്യ കോഫി ഹൗസ് എന്ന പേരിൽ തന്നെയാണ് ഫസ്റ്റ് ഔട്ട്ലെറ്റ്. ഇന്ത്യ കോഫി ഹൗസ് എന്ന പേരിലായിരുന്നു തുടങ്ങിയിരുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അതിന് കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു. 1950 ആയപ്പോൾ തന്നെ ഒരുപാട് ഗവൺമെൻറ് പോളിസീസൊക്കെ ചേഞ്ച് ചെയ്തു. വർക്കേഴ്സൊക്കെ ജോലി പോയി. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് അവരെയൊക്കെ ഒന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കോഫി ഹൗസ് എന്ന പേരിൽ AKG 1957 പിന്നെ വീണ്ടും ഇന്ത്യൻ കോഫി ഹൗസ് എന്ന പേരിൽ തുടങ്ങുന്നത് കേട്ടോ. AKGയുടെ നേതൃത്വത്തിലാണ് അത് ആരംഭിക്കുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോഫി ഹൗസ് എവിടെ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1957 ബാംഗ്ലൂരാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്ത് വെച്ചാൽ കോഫി സെസ് കമ്മിറ്റിയാണ്. അണ്ടർ ബ്രിട്ടീഷ് ഗവൺമെൻറ് 1936 സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ബോംബെയിൽ ഒരു ചർച്ച് ഗേറ്റിൽ ഒരു ഇന്ത്യ കോഫി ഹൗസ് ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. അത് ഇന്ത്യൻ കോഫി ബോർഡിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നത് എന്നും ആലോചിക്കുക. പിന്നെ ഗവൺമെൻറ് പോളിസീസൊക്കെ ചേഞ്ചായി വന്നതിന് ശേഷം അവരതെല്ലാം ഒഴിവാക്കി. പക്ഷേ അങ്ങനത്തെ തൊഴിലാളികൾക്ക് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണ് പിന്നെ AKG വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇന്ത്യയുടേതായ ഇത് വന്നതിന് ശേഷം AKG സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരിലാണല്ലോ. അന്നും ഭരണം ആരെന്നെയായിരുന്നു? ഭരണം ബ്രിട്ടീഷുകാർ തന്നെയാണ് ആ സമയത്തും ഉണ്ടായിരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ് 1957. പിന്നെ ഡൽഹിയിൽ തുടങ്ങുന്നുണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് തുടങ്ങുന്നത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായിട്ട് തുടങ്ങുന്നത് ഡൽഹിയിലാണ്. കേരളത്തിൽ തൃശ്ശൂരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ AKG ഡേയുമായി ബന്ധപ്പെട്ട് AKG ഡേ എന്നാണ്? മാർച്ച് 22 AKG ഡേ ആയിട്ട് പരിഗണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയാണ് AKGയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. ഡൽഹിയിലാണ് സെക്കൻഡ് കോഫി ഹൗസ് വന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കോഫി ഹൗസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ, ഇന്ത്യൻ കോഫി ഹൗസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം കേട്ടോ, വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്